നമസ്കാരം. ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു പുലർക്കാലം. ഇന്ന് ഫ്രൈഡേ, ലക്കി കളർ ഈസ് പിങ്ക്. എപ്പോഴും പറയുന്ന പോലെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. പഴമക്കാർ പറയാറുണ്ട്, ഉള്ളത് കൊണ്ട് സന്തോഷമായിട്ടിരിക്കണമെന്ന്. അത് ഇന്നും വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്, അനുഗ്രഹമാണ്. അപ്പോൾ മറ്റു കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെയുള്ള ബോണസ് മാത്രമാണ്. അപ്പോൾ ഭാഗ്യം കൂടി തുണയ്ക്കട്ടെ. ഇന്നത്തെ ഭാഗ്യനിറം പിങ്ക്. പുലർക്കാലത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ തോട്ട് ഓഫ് ദി ഡേ: Be big enough to admit and admire the abilities of people who are better than you. നല്ലൊരു വാചകമാണ്. നമ്മുടെ ചുറ്റും നമുക്കൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ മനസ്സിലാവും, ഒരുപാട് ടാലൻസ് ഉള്ള, ഒരുപാട് പലതരത്തിലുള്ള കഴിവുകളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ അംഗീകരിക്കാൻ ഒരു വലിയ മനസ്സ് തന്നെ വേണം. അത് അങ്ങനെ ഒരു മനസ്സുണ്ടാക്കിയാൽ തന്നെ സ്പർദ്ധ, ഈഗോ, അല്ലേ, അത്തരം ഒരുപാട് പെറ്റിയായിട്ടുള്ള ഇഷ്യൂസൊക്കെ നമുക്ക് മാറാൻ സാധിക്കും. ഈ പെറ്റി ഇഷ്യൂസാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ വികലമാക്കുന്നത്. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകും, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാകുന്നതൊക്കെ ഈ ഒരു സാഹചര്യത്തിലാണ്. വളരെ സെയിനായിട്ട്, വളരെ സെൻസിബിളായിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകണമെങ്കിൽ നമ്മളെക്കാളും കഴിവുള്ള ഒരാളെ മുന്നിൽ കണ്ടാൽ അവരൊന്ന് അഭിനന്ദിക്കാനും, അതെ, അഡ്മിറ്റ് ചെയ്യാനും, റെസ്പെക്റ്റ് ചെയ്യാനും നമ്മുടെ മനസ്സുണ്ടായാൽ നമ്മൾ ഒരുപാട് ഉയരുന്നു എന്നർത്ഥം. ഇന്നത്തെ പുലർകാലത്തിൽ നമ്മുടെ അതിഥി എന്ന് പറയുന്നത് ഒരു നക്ഷത്രമാണ്. സാധാരണഗതിയിൽ ഒരു ആർട്ടിസ്റ്റ് താരമാകുന്നത് സിനിമയിൽ കുറേ സജീവമായി സൂപ്പർ സ്റ്റാറൊക്കെ ആയിട്ടാണ്. പക്ഷേ ഇന്ന് ടെലിവിഷൻ മാധ്യമത്തിലൂടെ ഒരൊറ്റ സീരിയലിലൂടെയൊക്കെ താരമാകുന്ന ഒരുപാട് അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലൊരു താരത്തെയാണ് സ്നേഹപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കറുത്ത മുത്തിലെ നായിക പ്രേമി വിശ്വനാഥ്. വെൽക്കം പ്രേമി. പ്രേമിക്ക് ഇന്ന് ഇഷ്ടം പോലെ ഫാൻസ് അല്ലേ? അതെ, തീർച്ചയായിട്ടും ദൈവം അനുഗ്രഹിച്ച് അങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വളരെയധികം സന്തോഷം. ഒരുപാട് ആരാധകരുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്ന അമ്മമാരുണ്ട്, ഒരുപാട് കൊച്ചു കുട്ടികളുണ്ട്. തീർച്ചയായിട്ടും ഒരുപാട് പേര് വന്ന് സംസാരിക്കാറുണ്ട്, ഫോൺ ചെയ്ത് സംസാരിക്കാറുണ്ട്, സോഷ്യൽ നെറ്റ്വർക്കിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. എനിക്ക് അവർക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ എല്ലാ ഫാൻസിനും ഞാൻ ഇതിൽ നന്ദി പറയുകയാണ്. എല്ലാവരും എനിക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റാറില്ല, അതിലാരും വിഷമം വിചാരിക്കരുത്. ഇങ്ങോട്ട് അയക്കുന്ന മെസ്സേജുകളും എല്ലാം ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തതിൽ ഞാനൊരു സോറി പറയുകയാണ് എല്ലാവരോടും. സോ സ്വീറ്റ്. ഞാൻ എവിടെ ചെന്നാലും ഇപ്പോൾ ഈ അടുത്ത കാലം ഞാൻ കറുത്തമുത്തിൽ വന്ന ശേഷം ഞാൻ എവിടെ ചെന്നാലും എല്ലാവരും ചോദിക്കുന്നത് കറുത്തമുത്തിൻ്റെ വിശേഷമാണ്. കാർത്തിക എങ്ങനെ ഇരിക്കുന്നു, കാർത്തിക എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൂടെ വന്നൊരു താരമാണോ പ്രേമി, അതോ ഇതൊരു അവിചാരിതമായി കിട്ടിയൊരു? തീർച്ചയായിട്ടും അവിചാരിതമായി, ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഞാൻ കറുത്തമുത്തിലെ കാർത്തികയായിട്ട് വരുന്നത്. ഫ്രെയിമിൻ്റെ മുന്നിൽ ഞാൻ വരുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടല്ല. അങ്ങനെ ഒരു ആഗ്രഹമോ അങ്ങനെ എത്തും എന്നുള്ളൊരു പ്രതീക്ഷയോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ ആക്സിഡന്റലായിട്ട് വന്നതാണ്. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത് അല്ലേ? അങ്ങനെ കിട്ടുന്നതാണ് ഭാഗ്യം. തീർച്ചയായിട്ടും ആ വിധത്തിൽ പ്രേമി ഭയങ്കര ഭാഗ്യവതിയാണ് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാവുന്നത് കാർത്തിക എന്ന പേരിലാണ്. കാർത്തിക എന്ന പേരിൽ തന്നെയാണ് കൂടുതൽ പേര് ഇപ്പം എന്നെ വിളിക്കുന്നത്. കാർത്തു ചേച്ചി അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് കുട്ടികളൊക്കെ. ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഒക്കെ കുട്ടികൾ കാർത്തു ചേച്ചി, ഒരു ഫോട്ടോ. ഭയങ്കര സന്തോഷമാണ് അവർക്കൊക്കെ. ഈ കഥാപാത്രം എങ്ങനെയാണ് എത്തിച്ചേർന്നത്? പ്രേമി ഈ കഥാപാത്രം എങ്ങനെ തേടിയെത്തി എന്നുള്ളതാണ്? തേടിയെത്തിയത് കറുത്തമുത്തിലെ കാർത്തിക എന്ന ക്യാരക്ടറിനെ അന്വേഷിച്ച് എൻ്റെ അടുത്ത് വന്നത് ദിനേശ് പണിക്കരങ്ങളാണ്. എൻ്റെ അടുത്ത് പറയുന്നത്, ഇങ്ങനെ പ്രവീൺ കടയ്ക്കാവ് ഒരു പുതിയൊരു സീരിയൽ നിർമ്മിക്കുന്നുണ്ട്, കുങ്കുമപ്പൂ എന്ന ഹിറ്റിന് ശേഷം കറുത്തമുത്ത് എന്നൊരു ക്യാരക്ടർ എന്നെ അന്വേഷിച്ച് നടക്കുവാണ്. അപ്പോൾ പ്രേമി ഒന്ന് ചെന്ന് നോക്ക് എന്ന് പറഞ്ഞിട്ട് ദിനേശ് പണിക്കരങ്ങൾ പറഞ്ഞിട്ടാണ് ഞാൻ ചെല്ലുന്നത്. ചെന്ന് ഓഡീഷന് പോയി, സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു, അവർക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് വീക്ക് ഷൂട്ട് തുടങ്ങി. വളരെ ആക്സിഡൻ്റലായിട്ട് പോകുമ്പോഴും എനിക്കറിയില്ല, എനിക്ക് അഭിനയിക്കാൻ അറിയില്ല, ഫ്രെയിമിൽ എന്താണ് ഒന്നും അഭിനയിച്ചിട്ടില്ല. കോളേജിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന ഒന്നും അഭിനയിച്ചിട്ടില്ല. വളരെ ആദ്യമായിട്ട് ഞാൻ ഫ്രെയിമിൻ്റെ മുന്നിൽ നിൽക്കുന്നത് കറുത്തമുത്തിലെ കാർത്തിക എന്ന കഥാപാത്രമായിട്ടാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു? യാതൊരുവിധ ഒരുക്കങ്ങളും ഇല്ല. എന്നെ ഗ്രൂം ചെയ്തതെടുത്തത് കറുത്തമുത്തിൻ്റെ മെമ്പേഴ്സ് തന്നെയാണ്.
അതിന് ഞാൻ അവരോട് ഹൃദയത്തിൽ തൊട്ട് ഞാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഡയറക്ടറും ഞങ്ങളുടെ ക്യാമറാമാൻ, ഞങ്ങളുടെ ഓൾ മെമ്പേഴ്സ്, അസോസിയേറ്റ് എല്ലാവർക്കും. അവരാണ് എന്നെ കാർത്തികയാക്കി മാറ്റിയത്. കറുത്തമുത്ത് സീരിയലുമായിട്ട് നന്നായിട്ട് ജെല്ലായി. ഓക്കെ, സപ്പോസ് ഇങ്ങനെ സീരിയലില്ല, പ്രേമിക്ക് പക്ഷെ പ്രേക്ഷകരെ നഷ്ടപ്പെടാനും സാധ്യമല്ല. തീർച്ചയായിട്ടും എന്നെ സ്നേഹിക്കുന്ന ആരാധകരുടെ മുന്നിൽ ഇനിയും അവരുടെ സ്നേഹം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമല്ലേ. ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഞാൻ വന്നു, ഇത്രയും ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നു. അപ്പോൾ ആ സ്നേഹം പെട്ടെന്ന് നഷ്ടപ്പെടുമ്പോൾ ആർക്കായാലും സങ്കടം ഉണ്ടാവും. ഈ സീരിയൽ ഇല്ലായിരുന്നെങ്കിൽ വേറൊരു സീരിയൽ വന്നേരെ അല്ലേ? ഇല്ല, ഒരു സീരിയലിലേക്ക് ഒരു എൻട്രി ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല, പ്രതീക്ഷിച്ചതല്ല. സിനിമയോ? സിനിമയിൽ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നു. നേരത്തെ ആഗ്രഹിച്ചിരുന്നില്ല? ഒരിക്കലും ഇല്ല. ഈ സീരിയൽ തുടങ്ങിയപ്പോൾ ഇത്തരം ആഗ്രഹങ്ങൾ എന്നെ കൊണ്ട് ഇത് സാധിക്കും? ഇല്ല, സീരിയൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് അഭിനയിക്കാൻ അറിയാം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നെനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം എന്നെ എൻ്റെ ആരാധകർ സ്നേഹിക്കുന്നത് ആ കഥാപാത്രം എൻ്റെ കയ്യിൽ ഭദ്രമായത് കൊണ്ടായിരിക്കും, ഇല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് ഇതിൽ ചെയ്യുന്ന കഥാപാത്രത്തിനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടിയാൽ തീർച്ചയായും എന്നെ ബിഗ് സ്ക്രീനിൽ കാണാം. അതൊരു സ്വപ്നം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും വളരെ വലിയ സ്വപ്നമാണ്. അങ്ങനെ കാണണം. എനിക്കും പ്രേക്ഷകരോടൊപ്പം തന്നെ ഞാനും ആഗ്രഹിക്കുന്നത് അങ്ങനെ തന്നെയാണ്, കാണണം. പ്രേമി അഭിനയിക്കാൻ വരുന്നതിന് മുൻപ് എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ആക്ച്വലി ഞാൻ ലോ ഗ്രാജുവേഷനാണ് കഴിഞ്ഞത്. ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, ലീഗൽ അഡ്വൈസറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. അവിടെ നിൽക്കുന്ന സമയത്താണ് എനിക്കിങ്ങനെ ഒരവസരം വന്നത്. അവസരം വന്നപ്പോൾ അവസരങ്ങൾ എപ്പോഴും തേടിയെത്തില്ല എന്ന് മഹാന്മാർ പറയുന്നത് പോലെ ആ അവസരം തട്ടിക്കളയാതെ അവസരം സ്വീകരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്ത് മാറ്റിവെച്ചു. എൻ്റെ ഫുൾ ടൈം ഞാനിപ്പോൾ ഷൂട്ടിന് വേണ്ടി, പിന്നെ ബേസിക്കലി ഞാനൊരു ഡാൻസറും കൂടെയാണ്. ഇപ്പോൾ പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്, സ്റ്റേജസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചെറുപ്പം മുതൽ 3rd സ്റ്റാൻഡേർഡ് മുതൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്തിരുന്നു. ചങ്ങമ്പുഴയിലാണ് പഠിച്ചിരുന്നത്. അതിനുശേഷം ബ്രേക്ക് ചെയ്തു. വീട്ടിൽ അച്ഛനൊന്നും വലിയ താല്പര്യമില്ല ഡാൻസൊന്നും, അപ്പോൾ അത് ബ്രേക്ക് ചെയ്തു. പിന്നെ ഞാനിപ്പോൾ ഫീൽഡിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത് എളമക്കര സുനിൽ മാസ്റ്ററുടെ അടുത്താണ്. പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. പ്രോഗ്രാംസ് ഇഷ്ടംപോലെ വരുന്നുണ്ട്. എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന എടുത്ത് ഞാൻ ചെയ്യുന്നുണ്ട്. ഷൂട്ടിൻ്റെ ഇടയിലും ഗ്രൂപ്പൊക്കെ ഉണ്ടോ? എനിക്ക് ഗ്രൂപ്പുണ്ട്, സ്വന്തമായിട്ട്. എത്ര നേരം പ്രോഗ്രാം ചെയ്യും? ഞാനൊരു 4 പെർഫോമൻസ് വരെ ചെയ്യാറുണ്ട് സ്റ്റേജിൽ. 4 വരെ മാക്സിമം ചെയ്യും. കൂടെ മറ്റു ഗ്രൂപ്പ് മറ്റുള്ളവർ? എൻ്റെ ഗ്രൂപ്പ് കുട്ടികളുണ്ട്, ചെയ്യുന്ന കുട്ടികളുണ്ട്. ഡ്രീം സ്റ്റാർ എന്നാണ് പ്രേമിയുടെ ഗ്രൂപ്പിന്റെ പേര്. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഒരു അല്പനേരം കാത്തിരിക്കുക. ഇടവേള. വെൽക്കം ബാക്ക്. അപ്പോൾ പ്രേമി ഈ ഒരു സീരിയലിലെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പ്രത്യേകത ഉള്ള ഒരു ക്യാരക്ടറാണ്. സാധാരണ നായിക എന്ന് പറയുമ്പോൾ സുന്ദരിയും ഭയങ്കര ഗ്ലാമറസ് ആയിട്ടും, ഒന്നുകിൽ ഒത്തിരി കരയുന്നവൾ, അല്ലെങ്കിൽ വളരെ ഹാർഷായി സംസാരിക്കും, ദുഷ്ടയായിട്ടുള്ള, അങ്ങനെയൊക്കെയാണ് എക്സ്ട്രീംസാണ് സീരിയലിലെ കഥാപാത്രങ്ങൾ. പക്ഷെ പ്രേമിയെ തേടിയെത്തിയത് ഒരു കറുത്ത പെണ്ണായിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ആ സീരിയൽ ഇപ്പം മാറി നിന്നത് അല്ലേ? അതിനുവേണ്ടി കുറേ പ്രയാസങ്ങൾ, മെനക്കേടുകൾ. തീർച്ചയായിട്ടും ഒരുപാട് എഫേർട്ട് എടുത്താണ് ഞാൻ പ്രോജക്റ്റ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത്രയും മേക്കപ്പ്, എന്നുവെച്ചാൽ എനിക്ക് ബ്ലാക്ക് മേക്കപ്പ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആ മേക്കപ്പ് ഇടാൻ തന്നെ എനിക്ക് 2-2.5 മണിക്കൂർ ഞാൻ രാവിലെ ലൊക്കേഷനിലെത്തണം. മറ്റു ആർട്ടിസ്റ്റുകൾ വരുന്നതിന് മുന്നേ ഞാൻ ലൊക്കേഷനിലെത്തും. മേക്കപ്പ് ഇട്ട് മറ്റു ആർട്ടിസ്റ്റുകളെ അപേക്ഷിച്ച് എനിക്ക് മേക്കപ്പ് ടൈം കൂടുതൽ വേണം. കഴുത്ത്, കൈ, നെക്ക് ഫുൾ നമുക്ക് സ്ക്രീനിൽ കാണുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ മേക്കപ്പ് ചെയ്യുന്നുണ്ട്. മേക്കപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ഒരു കാർത്തികയായി വരാൻ ഒത്തിരി ടൈം എടുക്കും. അതുകൊണ്ട് തന്നെ നല്ല സ്ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇത് മേക്കപ്പ് ഇടുന്നതിനോടൊപ്പം തന്നെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് മേക്കപ്പ് റിമൂവ് ചെയ്യുന്നത്. മേക്കപ്പ് ഇടാൻ കാണിക്കുന്ന ആവേശം പല പ്രാവശ്യം ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് കഴിഞ്ഞിട്ട് പ്രേമി വരട്ടെ എന്ന് പറയും. 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് പ്രേമി തുടക്കാൻ എടുക്കുന്ന സമയം. 1/2 മണിക്കൂർ നമ്മൾ ലൊക്കേഷനിൽ മാത്രം എടുക്കുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് റൂമിൽ പോയിട്ട് ഇത് നമ്മൾ എല്ലാം കഴുകി കഴിഞ്ഞ് കുളിച്ച് ക്ലിൻസിങ്ങും സ്ക്രബും ഒക്കെ ഇട്ട്, അപ്പോൾ എന്നോട് എൻ്റെ മേക്കപ്പ് മാൻ തമാശയ്ക്ക് പറയാറുണ്ട്, പ്രേമി കഴിയണ്ട, ഇത് കളയണ്ട, പിറ്റേ ദിവസം ഇടാനുള്ളതല്ലേ എന്ന് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ തമാശ പറയും എൻ്റെ മേക്കപ്പ് മാൻ. എത്ര ദിവസം വർക്ക് ചെയ്യാറുണ്ട് പ്രേമി? ഞാൻ മാക്സിമം വർക്ക് ചെയ്തിട്ടുള്ളത് 17 ദിവസം 18 ദിവസം വരെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. 17 ദിവസം വർക്ക് ചെയ്തിട്ടുണ്ട്.
ഓൾമോസ്റ്റ് എനിക്കൊരു സെക്കൻഡ് ഹോം പോലെ, വീട് കഴിഞ്ഞാൽ അടുത്തൊരു വീട് പോലെ. തീർച്ചയായിട്ടും ഞാനിപ്പോൾ വീട്ടിലധികം ഉണ്ടാവാറില്ല. വീട്ടിലൊരു 2-3 ദിവസമൊക്കെ ഉണ്ടാവാറുള്ളൂ. ബാക്കി ദിവസങ്ങളൊക്കെ ഷൂട്ടിനും എൻ്റെ പ്രോഗ്രാംസിനും ഒക്കെ വേണ്ടിയിട്ട്. അതിന് പകരമായിട്ട് പ്രേമിക്ക് ഒരുപാട് വീടുകളിൽ അവരുടെ സ്വന്തം മകളെ പോലെ, ചേച്ചിയെ പോലെ, അനിയത്തിയെ പോലെ, കൂട്ടുകാരിയെ പോലെ അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ അമ്മയ്ക്ക് എന്നെ അടുത്ത് കിട്ടുന്നില്ലെങ്കിൽ, അമ്മയുടെ സ്നേഹം എനിക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഒരുപാട് അമ്മമാർ എന്നെ പുറത്ത് കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. സത്യം, അവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ കരയുന്നേ, സഹിക്കുന്നില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ് ഉണ്ടായിരുന്നു, എന്നെ 5 വർഷത്തിന് ശേഷം കാണിക്കുന്ന ഒരു എൻട്രി ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് എനിക്ക് വന്ന ഫോൺ കോൾസ്, എന്നെ വിളിച്ചിട്ട് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കരയുവാണ്, ഭയങ്കര സങ്കടമാണ് അവർക്ക്. ഒരുപാട് പേര് എന്നെ വിളിച്ച് പറഞ്ഞു. പിന്നെ കുട്ടികൾ, എന്നെ കോട്ടയത്തു നിന്നൊരു കുട്ടി വിളിച്ചിരുന്നു. അവൾ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞത്, ചേച്ചിയുടെ കൈയും കാലും അങ്ങനെ ആയത്, ചേച്ചിക്ക് ഇനി നടക്കാൻ പറ്റില്ലേ എന്നൊക്കെ വിളിച്ചിട്ട് അവരത്രയും ആ കഥാപാത്രത്തിനെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു എഴുത്തുകാരൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ ഇല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നു ഞങ്ങളുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പ്രദീപ് പണിക്കർ സാർ. സാറാണ് അത്ര മനോഹരമായ ആ കഥാപാത്രം. തീർച്ചയായിട്ടും അതിലെ ഓരോ ഡയലോഗുകളും ഹൃദയത്തിൽ എന്തൊക്കെയോ ഇങ്ങനെ കുത്തി ഇറങ്ങുന്ന പോലെയുള്ള ഒരു വേദന തരുന്ന ഡയലോഗുകളാണ്. അത് റൈറ്ററിനോടൊപ്പം തന്നെ എൻ്റെ ഡയറക്ടറും വളരെ ഭംഗിയായിട്ട് അത്, പിന്നെ എൻ്റെ ക്യാമറാമാൻ ഈ മേക്കപ്പിലും എന്നെ സുന്ദരിയായിട്ട് കാണിക്കുന്നുണ്ട്. എൻ്റെ ക്യാമറാമാനും നന്ദി പറയണം. അതുപോലെ തന്നെ എൻ്റെ അസോസിയേറ്റ് അജയ് നാരായണൻ. അജയേട്ടൻ പറഞ്ഞു തരുന്ന പ്രോംപ്റ്റിങ്ങിലാണ് നമുക്ക് ഫീലിങ്സ് കൂടുതലും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്. അതിന് ഞാൻ അജയേട്ടനോട് നന്ദി പറയുന്നു. സിനിമയിൽ ഒരു പാട്ടുണ്ട്, കറുപ്പൻ അഴക് എന്ന് പറയുന്നത്. അത് സത്യമായിട്ട് അന്വർത്ഥമാകുന്ന ഒരു ക്യാരക്ടറാണ്, ബ്ലാക്ക് ബ്യൂട്ടി. ഈ ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിങ്ങൾ ഹാപ്പിയാണോ? തീർച്ചയായിട്ടും. എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറയുന്നുണ്ട്, പ്രേമിക്ക് കറുത്ത മേക്കപ്പ് ഇടുമ്പോഴാണ് ഭംഗി കൂടുന്നത്. നമ്മളെ ദൈവങ്ങളിലെ ദേവികളെല്ലാം ഒരു ഈ നിറമാണ്. എപ്പോഴും താരടുത്ത് പറയാം, ഞാൻ പറഞ്ഞിട്ടില്ലേ, എപ്പോഴും പറയുന്ന ഒരു നല്ല ദേവി. മധുര മീനാക്ഷി ആയിട്ടൊക്കെ നിങ്ങൾ ഡാൻസ് ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് കൂടുതൽ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ചേച്ചി പറയാറുണ്ട് അമ്മൻ ക്യാരക്ടറുകൾ, അങ്ങനെയുള്ള ക്യാരക്ടറുകളൊക്കെ പ്രേമിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ചേച്ചി പറയാറുണ്ട്. ഈ രാജേട്ടൻ പറയണതാണ് ഞാൻ വന്ന് പറയണ കേട്ടോ. ഇവരൊരു പക്ഷെ അങ്ങനെയുള്ളൊരു ക്യാരക്ടറൊക്കെ ചെയ്യുമെങ്കിൽ സ്റ്റേജിൽ ഒരു പക്ഷെ ഭയങ്കര ഹിറ്റാവും. അത് മാത്രമല്ല ഇപ്രാവശ്യത്തെ പുതുമുഖ നായികയ്ക്കുള്ളൊരു അവാർഡും കൂടി കിട്ടി. അതൊരു ബോണസ് തന്നെയായിരുന്നു അല്ലേ? എനിക്കൊന്ന് ഇതെല്ലാം ശരിവെക്കുന്ന ഒരു അവാർഡ്. വീണ്ടും ഉത്തരവാദിത്വങ്ങൾ കൂടിയില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും കൂടി, എനിക്ക് റെസ്പോൺസിബിലിറ്റീസ് കൂടി. ആ ഒരു അവാർഡ് ഞാൻ റിസീവ് ചെയ്തത് കൊണ്ട് ഇനിയും ഞാൻ അല്ലേ, അവർ പ്രതീക്ഷിക്കുന്നു, എന്നിൽ നിന്ന് കൂടുതൽ എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാൻ തീർച്ചയായിട്ടും അതിനോട് കടപ്പെട്ടിരിക്കുന്നു. പ്രേമി സിനിമയൊക്കെ കാണാറുണ്ടോ? വളരെ കുറവാണ്, എന്നാലും കാണാറുണ്ട്. അടുത്ത പ്രോജക്ട്സിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും ധാരണയൊക്കെ ഉണ്ടോ? പ്രോജക്റ്റുകൾ എനിക്ക് വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. എനിക്ക് നല്ലൊരു കഥാപാത്രം, ഞാനിപ്പോൾ ഇതിൽ ചെയ്യുന്നൊരു കഥാപാത്രം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രമാണ്. അതുപോലെ തന്നെ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കിട്ടുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. അല്ല, ഈ സീരിയലിൽ വരുന്നതിന് മുന്നേ ഉള്ളൊരു പ്രേമി എന്ന് പറയുന്നത് ഒരു ഉദ്യോഗസ്ഥ, അതെ, എല്ലാവരെയും പോലെ സീരിയൽ സിനിമയൊക്കെ കണ്ട് ആസ്വദിച്ച് കാശ് കൊടുത്തിട്ട് കൊള്ളാം അല്ലേ, അവർ കൊള്ളാം, ഇവർ കൊള്ളില്ല, നല്ല കഥ എന്ന് പറഞ്ഞു പോകുന്ന ഒരാൾ ഇന്ന് അവിടെ നിൽക്കുന്ന ഒരാളാണ്. അതെ, പ്രേക്ഷകർ എന്ത് പറയുന്നു ശ്രദ്ധിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ സിനിമയെ കാണുന്നതിനും കഥാപാത്രങ്ങളെ കാണുന്നതിനും വ്യത്യാസമുണ്ട് അല്ലേ? പിന്നെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ ആറ്റിറ്റ്യൂഡിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. അത് പറയാൻ പറ്റില്ല എങ്ങനെയാണെന്ന്. ഒരുപാട് ചേഞ്ചസ് വന്നു. ഇതിൽ വീട്ടിലുള്ളവരെങ്ങനെയാണ് പ്രേമിയോട് സഹകരിക്കുന്നത്? വീട്ടിലുള്ളവരുടെ സഹകരണം എന്ന് പറഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ അമ്മ, അച്ഛൻ, എല്ലാവരുമാണ്. അച്ഛനൊക്കെ ഇപ്പം സങ്കടമാണ്. എന്ന് വെച്ചാൽ ഞാൻ സീരിയലിലോ സിനിമയിലോ അഭിനയിക്കാനിരുന്നിരുന്നതൊന്നും അല്ല. അപ്പം അവരാരും പ്രതീക്ഷിക്കാതെ ഒരുപാട് പേര് ഇപ്പം എൻ്റെ അച്ഛനെ വിളിക്കും, ചീത്ത പറയും എൻ്റെ അച്ഛനെ വിളിച്ചിട്ട്. ആ കുട്ടി ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, നിങ്ങളെന്താ ഇങ്ങനെ, എന്താ കുട്ടി അങ്ങ് വയ്യാതിരിക്കുവാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് വീട്ടിൽ നിന്ന് സീരിയൽ കണ്ടിട്ട് വെളിയിൽ പോയി നിന്ന് കരഞ്ഞിട്ട് എൻ്റെ അച്ഛനെ വിളിക്കും. അവളെ കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിച്ചു പറയും. അപ്പം അച്ഛൻ കൂടുതൽ സന്തോഷമാണ്. ഒരു ജോലിയുമായിട്ട് ഞാൻ ആരും അറിയാതെ ജീവിച്ച് തീർന്നു പോകേണ്ട ഒരു ജീവിതം ഇപ്പോൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ എൻ്റെ പാരൻസിനും അതൊരു സന്തോഷമാണ്. പോപ്പുലാരിറ്റി അവർ എൻജോയ് ചെയ്യാണ്.
പോപ്പുലാരിറ്റിയിൽ മാത്രമല്ല, എന്നെ ഒരുപാട് പേര് സ്നേഹിക്കുന്നു. അതെ അതെ. ഒരുപാട് പേര് ഞാൻ അവരുടെ വീടുകളിൽ ചെല്ലണമെന്ന് ആഗ്രഹിക്കുന്നു. ഞാൻ പോവാറുണ്ട് ചേച്ചി. എന്നെ വിളിക്കുന്നവരുടെ വീടുകളിൽ ഞാൻ പോയിട്ടുണ്ട്. അവരുടെ ആ ഒരു സ്നേഹം ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും നാളെ ഞാൻ പോകുന്നുണ്ട് കോട്ടയത്ത് ഒരു ഫാമിലിയെ കാണാൻ പോകുന്നുണ്ട്. അവിടെ കോട്ടയത്ത് അവിടെ ഒരു വയ്യാത്തൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇത്രയും ഭാഗം തളർന്നതാ. അപ്പം ആ കുട്ടിക്ക് ഇങ്ങോട്ട് വന്ന് എന്നെ കാണാൻ പറ്റില്ല. ഞാൻ ആ കുട്ടിയെ കാണാൻ ഞാൻ നാളെ പോകുന്നുണ്ട് അങ്ങോട്ട്. എങ്ങനെയാണ് ഈ കുട്ടിയെ പരിചയപ്പെട്ടത്? എവിടെയാ? ഫേസ്ബുക്കിലാണ് എന്നെ പരിചയപ്പെട്ടത് ആ കുട്ടി. അപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ ഒരുപാട് ഫേക്ക് അക്കൗണ്ടുകളുണ്ട്. അപ്പോൾ ആ കുട്ടി ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ ഒരുപാട് റിക്വസ്റ്റുകൾ ഇങ്ങനെ അയച്ച് അവരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്തു. പക്ഷേ എൻ്റെ ഫേസ്ബുക്കിൽ ഞാനും ബ്രദറും കൂടിയുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ ഈ കുട്ടി എന്താ ചെയ്തതെന്ന് വെച്ചാൽ എൻ്റെ ബ്രദറിന് റിക്വസ്റ്റ് അയച്ചു. എൻ്റെ ബ്രദറിന് റിക്വസ്റ്റ് അയച്ച് ആഡ് ചെയ്തിട്ട് അതിലേതാണ് റിയൽ ഐ ഡി എന്ന് വെച്ചിട്ട് എനിക്ക് റിക്വസ്റ്റ് അയച്ചു. ബ്രദറിൻ്റെ കോൺടാക്ട് നമ്പർ വാങ്ങിച്ചിട്ട് അവരെന്നെ വിളിച്ചു. ആ കുട്ടിയുടെ പേര് യദു എന്നാണ് പേര്. ആ കുട്ടിയെ കാണാൻ വേണ്ടി ഞാൻ നാളെ പോകുന്നുണ്ട്. സ്വീറ്റ് അല്ലേ? കൂടുതൽ വിശേഷങ്ങൾ അറിയേണ്ടതുണ്ട് അല്ലേ? ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ടിപ്സ് ഫോർ ദി ഓഡിയൻസ്. നമ്മളുടെ ഇന്ത്യയിൽ ഇപ്പോൾ വേൾഡ് തന്നെ ആയി ഡയബറ്റീസ് ഡേ എന്ന് പറഞ്ഞിട്ട് വേൾഡിന് സെപ്പറേറ്റ് ഒരു ഡേ മാറ്റി വെച്ചിരിക്കുകയാണ് ടു മേക്ക് അവയർനെസ് ഓഫ് യുവർ ഡയബറ്റിക് ആൻഡ് യുവർ കോംപ്ലിക്കേഷൻസ്. ഉലുവയ്ക്ക് ഈ ഡയബറ്റിക്കിൽ വലിയൊരു ഘടകം ഉണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഉലുവ ഇസ് എ ബെസ്റ്റ് മെഡിസിൻ. അത് തലേദിവസം ഒരു ഗ്ലാസ്സിൽ ഒരു ഹാഫ് ഗ്ലാസ് വെള്ളത്തിൽ ഉലുവ ഇട്ട് വെച്ചിട്ട് ഒരു സ്പൂൺ ഉലുവ ഇട്ട് വെച്ചിട്ട് അത് ഏർലി മോർണിംഗ് എംപ്റ്റി സ്റ്റൊമക്കിൽ അത് ഒന്ന് കഴിക്കുക. അത് ആ വെള്ളത്തിനോടൊപ്പം തന്നെ അത് ച്യൂ ചെയ്ത് കഴിക്കുക. ഇറ്റ്സ് ഹാവിങ് എ ഗ്രേറ്റർ ക്യൂർ ഫോർ ഡയബറ്റീസ്. പല രീതിയിലും പ്രഷർ, ഡയബറ്റിക്കിൻ്റെ ഷുഗർ ലെവൽ, കൊളസ്ട്രോൾ ലെവൽ, അതുമാത്രമല്ല സ്കിന്നിന് പോലും നല്ലതാണ്. ഉലുവ ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ ഫോർ സ്കിൻ. എന്ത് തരത്തിലുള്ള അലർജീസ് പോലും ചിലപ്പോൾ ഒരു പക്ഷേ മാറിയേക്കാം ഒരു പരിധി വരെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡയബറ്റിക് ഇസ് നോട്ട് എ ഡിസീസ്, ഇറ്റ് ഈസ് എ കമ്പാനിയൻ ഓഫ് യു. നല്ലൊരു സുഹൃത്തിനെ പോലെ നിങ്ങളുടെ കൂടെ നിഴൽ പോലെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് നല്ലപോലെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഇറ്റ് വിൽ എഫക്റ്റ് യു. അപ്പോൾ ഈ ഉലുവയൊക്കെ ഒരു പരിധി വരെ ഇതിൻ്റെ ചുറ്റും ഒരു ഒരു ബോർഡർ ലൈനിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റ് മാത്രമാണ്. ബട്ട് യു ഹാവ് ടു കൺസൾട്ട് ദി ഡോക്ടർ, ചീഫ് ഫിസിഷ്യൻസ്, ഡയബറ്റോളജിസ്റ്റിനെയൊക്കെ പോയി കണ്ട് നല്ല രീതിയിൽ. ബട്ട് യു ക്യാൻ ക്ലെയിം ദാറ്റ് വെൻ യു മീറ്റ് എ ഡോക്ടർ ദാറ്റ് യു ക്യാൻ സേ ദാറ്റ് ഞാൻ രാവിലെ ഉലുവ കഴിക്കുന്നുണ്ട്, പാവയ്ക്ക ജ്യൂസ് കുടിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ വിൽ ബി ഹാപ്പി. ദാറ്റ്സ് ഓൾ. വെൽക്കം ബാക്ക്. അങ്ങനെ കുറച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും പ്രേമി ആക്റ്റീവാണ്. സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും. അങ്ങനെ സോഷ്യൽ സർവീസിലൊക്കെ താല്പര്യമുള്ള ഒരാളാണോ? സോഷ്യൽ സർവീസിലും താല്പര്യമുണ്ട്. ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് ഇനി ഭാവിയിൽ അതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ തോന്നുന്നു. തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. ഞാനിപ്പോൾ കുറച്ച് അമ്മമാരുണ്ട് കൊല്ലത്ത്, കുറേ ആരുമില്ലാത്ത കുറേ അമ്മമാർ, തിരുവിയിൽ നിന്ന് കിട്ടുന്ന അമ്മമാർ, അങ്ങനെയുള്ള കുറേ അമ്മമാരുള്ള ഒരു അനാഥാലയം പോലെയുള്ള ഒരു ആശ്രമമുണ്ട്. ഞാൻ അവരെയും കാണാൻ പോകുന്നുണ്ട് അടുത്ത ദിവസം. അത് ഏനാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്, കൊല്ലം ഏനാത്ത് എന്ന് പറഞ്ഞ അവിടെയും പോകുന്നുണ്ട്. അതും ഫേസ്ബുക്ക് വഴി വന്നതാണോ? അല്ലല്ല, അവർ ഏനാത്ത് ഞാനൊരു ഇനോഗ്രേഷന് പോയിരുന്നു. അപ്പം അവിടെ നിന്ന് കോണ്ടാക്ട് എടുത്തിട്ട് അവരെന്നെ വിളിച്ചു. അപ്പം ഞാൻ അവരെ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിലെ എപ്പിസോഡ് കണ്ടിട്ട് അവർക്കൊന്നും സഹിക്കുന്നില്ല. പിന്നെ നേരിട്ട് കണ്ടാൽ അവർക്കൊരു ആശ്വാസമാണ്. അതിനുവേണ്ടി പോകുന്നതാണ്. അല്ല, ഈ പ്രേമി അതിൻ്റെ അകത്ത് ചെയ്യുന്ന കഥാപാത്രം എന്ന് പറഞ്ഞാൽ സർവം സഹയായ ഒരു സ്ത്രീ. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ ഒരു ജീവൻ അങ്ങനെ പറ്റുമോ? സർവം സഹയായ സ്ത്രീ ആണെങ്കിൽ പോലും പ്രതികരിക്കേണ്ട സ്ഥലങ്ങളിൽ അവർ പ്രതികരിക്കുന്നു. ഒരു തീരുമാനങ്ങൾ എടുക്കുന്നു. ഒരു സ്ത്രീ എന്ന നിലയിൽ അവൾ തീരുമാനങ്ങൾ എടുക്കുന്നു. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് ചേഞ്ച്. യഥാർത്ഥ ജീവിതത്തിൽ പ്രേമി അങ്ങനെയാണോ? യഥാർത്ഥ ജീവിതത്തിൽ ഒരുപാട് സഹിക്കുകയും ചെയ്യും, ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കുറെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലേ? എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഒരുപാട് തീരുമാനങ്ങൾ ഞാൻ സ്വയം എടുക്കും. ആ തീരുമാനങ്ങളുടെ വഴിയെ ഞാൻ നടക്കുകയും ചെയ്യും. ക്യാരക്ടറിൽ എനിക്ക് തീർച്ചയായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും എനിക്കത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ക്യാരക്ടറിൽ.
ചെയ്യാറില്ല. അത് ആർക്കുമേ അവിടെ സാധിക്കില്ല. അതിനുള്ള ഇത് ആർക്കും ഇല്ല, അത് റൈറ്റർക്ക് മാത്രം സ്വന്തം. അത് മാത്രമല്ല, അത് റേറ്റിംഗ് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കണക്കിലെടുത്താണ് ഒരാൾ ചെയ്യുന്നത്. എല്ലാവരും അവരവരുടെ ജോലി ഭംഗിയായി ചെയ്യുമ്പോൾ നമുക്ക് വേറെ കിട്ടുന്ന ആ ഒരു കഥാപാത്രം, ആ ഒരു ഡയലോഗ്സ് അത് നമ്മൾ പറഞ്ഞു തരുന്ന രീതിയിൽ കൃത്യമായിട്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഈ വർക്കിൽ വളരെ കൃത്യമായി പറഞ്ഞു തരും അതെ, സിറ്റുവേഷൻ എന്നാണ്, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തുകൊണ്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ അതിനൊരു കൃത്യമായ ഒരു ആൻസർ ഉണ്ടാവും. അത്ര ലോജിക്കലായിട്ടാണ് അത് ചെയ്യുന്നത്. അതൊരു വലിയ തീർച്ചയായിട്ടും പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് ആ സീരിയൽ റേറ്റിംഗിൽ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നല്ലേ, നല്ല റേറ്റിംഗിൽ പോകുന്ന നല്ലൊരു സീരിയല്. ഇപ്പോൾ കുട്ടികളും സ്ത്രീകളും മാത്രം കണ്ടിരുന്ന സീരിയല് പുരുഷന്മാരും കാണുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഒരു ഗ്രൂപ്പ് ഓഫ് ആണുങ്ങൾ ഈ സീരിയൽ കണ്ടിട്ട്, എനിക്ക് ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ വരുന്ന കമൻസുകൾ കാണണം. ജോലി കഴിഞ്ഞ് വന്നിരുന്ന് കരയുക. അവരത്രയും അഡിക്റ്റഡ് ആണ് ആ ഒരു കഥാപാത്രം, അല്ലെങ്കിൽ ആ ഒരു കറുത്ത മുത്ത് എന്നുള്ളൊരു സീരിയല് അവരത്രയും ഇഷ്ടപ്പെടുന്നു. ശരിയാട്ടോ. ഞാൻ ഗൾഫിലൊരു ആവശ്യമായിട്ട് ഒരു പ്രോഗ്രാമായിട്ട് പോയപ്പോൾ അവിടെ ഒരുപാട് ആണുങ്ങൾ പറഞ്ഞു ഇങ്ങനെ ആ സീരിയൽ കാണാറുണ്ട്, നന്നായിട്ടുണ്ട്. എൻ്റെ ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഒരുപാട് തല്ലുകൊണ്ട് ഇങ്ങനെ മിണ്ടാതിരിക്കരുത്, കുറേയൊക്കെ നിങ്ങൾ പ്രതികരിക്കണം കേട്ടോ, എന്തിന് ഇത്ര പാവായെന്നൊക്കെ ചോദിച്ചു. ഇതേ പണ്ട് ഞാൻ ചീത്തയും മേടിച്ചിട്ടുണ്ട് കേട്ടോ. കുട്ടിച്ചാത്താൽ ഞാൻ ഒരുപാട് ഉപദ്രവിക്കണം, എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കഥാപാത്രത്തിന്റെ വിജയമല്ലേ, കഥാപാത്രത്തിൻ്റെ വിജയമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ എത്ര അല്ല എന്ന് പറഞ്ഞാലും ആൾക്കാരത് അവരുടെ മനസ്സിൽ ഒരു സ്ഥിരപ്രതിഷ്ഠ നേടിയിരിക്കുന്നത് ഇവരിങ്ങനെയാണ്. അപ്പോൾ എനിക്കൊന്ന് പ്രേമിയുടെ കുറേയൊക്കെ ക്യാരക്ടർ ആ കഥാപാത്രമായിട്ട് ഐഡൻറ്റിക്കലാണ് അല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു പ്രേമി കലാലോകത്ത്. ഓഫേഴ്സ് വരുന്നുണ്ട്, തമിഴിൽ നിന്നും മലയാളത്തിൽ നിന്നും കന്നഡ, തെലുങ്ക്, എല്ലാ ഭാഷകളിൽ നിന്നും എനിക്ക് വരുന്നുണ്ട്. ഹിന്ദി വന്നില്ല, ഭാഗ്യം. വരുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്യും, തീർച്ചയായിട്ടും ഞാൻ വലിയ സ്ക്രീനിൽ തന്നെ കാണാൻ പറ്റും. നല്ലൊരു കഥാപാത്രം അതിന്റെ വർക്കൗട്ടിലാണ്. ഏതിന്റെ? ഇല്ലില്ല, എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളൊരു വൺ ലൈൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. വരുന്ന ഓഫറുകൾ നമ്മളെല്ലാം സ്വീകരിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ. നമുക്ക് ഇപ്പൊ തന്നെ സെലക്റ്റീവ് ആണ്. നായകന്റെ ഇതുണ്ടോ സജഷൻസ് ഒക്കെ അവർ പറയുന്നുണ്ട്, ഇന്ന നായകന്റെ കൂടെയാണ് നമ്മൾ നോക്കുന്നത്? ഇല്ല, അങ്ങനെയില്ല. നിവിൻ പോളിയുണ്ട്, പൃഥ്വിരാജ് ഉണ്ട്. അങ്ങനെയില്ല, അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇതുവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ പറഞ്ഞാൽ വേണ്ടെന്നൊന്നും പറയില്ല, ഒരിക്കലും വേണ്ടെന്ന് പറയില്ല. അതൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്നതല്ലേ, അവരുടെയൊക്കെ കൂടെ നമ്മൾ നിൽക്കാന്ന് പറഞ്ഞു. അതെ, സ്വപ്നങ്ങളിൽ നമ്മൾ ചില കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവില്ല, അങ്ങനെ ആവണം, ഇങ്ങനെ ക്യാരക്ടർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുമല്ലോ. നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം പറഞ്ഞ പോലെ ജീവിതത്തിൽ മനുഷ്യന് സ്വപ്നങ്ങൾ വേണം, ഉണ്ടെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാവുകയുള്ളൂ എന്ന് പറയുന്നത് പോലെ. അങ്ങനെ സ്വപ്നത്തിൽ കണ്ട കഥാപാത്രങ്ങളുണ്ടോ? സ്വപ്നം കാണാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ താര ചേച്ചി. ഇപ്പൊ തുടങ്ങിയിട്ടേ ഉള്ളൂ? വളരെ ലേറ്റ് ആണ് കുട്ടി. ഒരുപാട് ലേറ്റ് ആയി പോയി. എന്ത് ചെയ്യാനാ, ലേറ്റ് ആവാൻ ലേറ്റസ്റ്റ് ആയിട്ട് വരും. ലേറ്റസ്റ്റ് ആയിട്ട് വരൂ മിടുക്കി. അപ്പൊ സ്വപ്നങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതിനകത്ത് ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ രൂപപ്പെടുന്നതേ ഉള്ളൂ. അതെ, മോൾഡ് ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ. അതെ അല്ലേ, നല്ലതാണ്. സ്വപ്നങ്ങൾ തീർച്ചയായിട്ടും കാണണം, ആ നല്ല സ്വപ്നങ്ങളൊക്കെ ഫലിക്കട്ടെ എന്ന് പറയാം. ബ്രദറിന്റെ കാര്യം പറഞ്ഞില്ലേ, ബ്രദർ ഒരു ആർട്ടിസ്റ്റ് തന്നെയാണല്ലോ. ബ്രദർ ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറാണ്. പെയിന്റർ അല്ലേ പുള്ളി? അതെ, ഡ്രോയിങ് ചെയ്യും. എൻ്റെ ഫോട്ടോസ് ചെയ്തിട്ടുണ്ട്, മറ്റു പലർക്കും ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ ശിവപ്രസാദ്. അതെ, സ്വന്തമായിട്ട് സ്റ്റുഡിയോ കൊച്ചിനിൽ സ്വന്തമായിട്ട് 2 സ്റ്റുഡിയോ ഉണ്ട്. സ്കാർലൈറ്റ് സ്റ്റുഡിയോ എന്നാണ് അതിൻ്റെ പേര്. പോർട്ട്ഫോളിയോ ചെയ്യാറുണ്ട്, വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്യാറുണ്ട്. തിരക്കുള്ളൊരു മനുഷ്യൻ തന്നെയാണ്. അത്യാവശ്യം പ്രേമിയുടെ കുറേ ഫോട്ടോസ് എടുക്കാറുണ്ട് അല്ലേ? തീർച്ചയായിട്ടും എൻ്റെ ഫോട്ടോസാണ് ചേട്ടൻ കൂടുതൽ എടുത്തിട്ടുള്ളതെന്ന് പറയാം. പ്രേമിയുടെ ഒരു ഫോട്ടോ ഫേസ്ബുക്കിൽ വന്ന വലിയൊരു വിവാദമൊക്കെ ആയല്ലോ, ആ ഫോട്ടോ എടുത്തതാരാ? ചേട്ടൻ തന്നെയാണ് ആ ഫോട്ടോ എടുത്തത്. വേണ്ടിയില്ലായിരുന്നത് പിന്നെ തോന്നി അല്ലേ? അത് വേണ്ടിയില്ലായിരുന്നത് വീണ്ടും തോന്നി. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സോഷ്യൽ നെറ്റ്വർക്കിൽ ഒരുപാട് വിവാദം സൃഷ്ടിച്ച ഒരു ഫോട്ടോയാണത്. അങ്ങനത്തെ യാതൊരു ഇന്റൻഷൻ. അതുകൊണ്ട് പിങ്ക് സാരി എനിക്ക് ഇഷ്ടമല്ല. പിങ്ക് സാരി പിങ്ക് സാരി ആയിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കളറും പിങ്ക് ആണ്. അതുകൊണ്ട് തന്നെയാണ് പിങ്ക് സാരി കൊടുത്തത്. പക്ഷെ ആ ഫോട്ടോ ഞാൻ ഒരുപാട് കണ്ട് എനിക്ക് തന്നെ ഓരോരുത്തർ അയച്ചു തരാൻ തുടങ്ങി. ആ ഫോട്ടോ ചെയ്തപ്പോ ഇങ്ങനെ ഇത്തരം പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കാതെ ചെയ്തൊന്നായിരിക്കും. വളരെ തീർച്ചയായിട്ടും. ഞാൻ കറുത്തമുത്ത് സീരിയലിൽ വരുന്നതിന് എത്രയോ നാള് മുമ്പ് എടുത്ത ഫോട്ടോയാണത്. ആ ഫോട്ടോ പിന്നീട് എനിക്ക് തലവേദനയായി എന്നുള്ളതാണ് സത്യം.
ഇതിൽ വന്നതിന് ശേഷം കുറച്ച് ഓവർ ഗ്ലാമറസ് ആയിരുന്നു എന്നുള്ളതാണ്. അല്ല, അത് നമ്മൾ ക്യാമറ സെറ്റിങ്സിൻ്റെയാണ്. നമ്മളിപ്പോൾ കുറച്ച് കളർ കൂട്ടിയെടുക്കണമെങ്കിൽ കൂട്ടിയെടുക്കാം. ഫോട്ടോഷോപ്പ് അറിയാം, ഒരുപാട് ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഫോട്ടോ എങ്ങനെയൊക്കെ ആക്കിയെടുക്കാം. എന്നോട് എത്ര പേര് ചോദിച്ചു, പ്രേമി ഭയങ്കര ഫെയർ ആയിട്ടൊരു കുട്ടിയാണോ, അതിനാണോ നിങ്ങൾ ഇങ്ങനെ കറുപ്പിച്ചതെന്ന്. അപ്പോൾ ആൾക്കാർ പ്രേമി ഉദ്ദേശിച്ചത് ഒരു ഗ്ലാമറസ് ഒരു ഫോട്ടോ ഇടുക എന്നുള്ളതും ആൾക്കാർ അതിനെ കണ്ടത് വേറൊരു രീതിയിലും കൂടിയായിപ്പോയി. അതാണ് തോന്നുന്നത് അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു സ്കാൻഡൽ വരാൻ കാരണം തോന്നുന്നു. പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് അങ്ങനെ സംഭവിക്കാറ്. നമ്മൾ അറിയാത്ത ഒരു കാര്യം ചിലപ്പോൾ ഒരു വേറെ രീതിയിൽ. ഞാൻ അറിഞ്ഞതേ ഇല്ല ഇങ്ങനെ ഒരു സംഭവം. ഓരോരുത്തർ അയച്ചു തരുമ്പോഴൊക്കെയാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെ ഇതാ 2 കളർ ചേഞ്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പം ചുവപ്പ് റോജാക്കളിലെ കമലഹാസൻ ഭയങ്കര ഗ്ലാമറസ് ആണ്. 16 വയതിനിൽ ഭാരതരാജ കമലഹാസനെ ഒരു നാടൻ ശ്രീദേവിയുടെ കൂടെ ബ്രേക്കിന് ശേഷം എനിക്ക് പറയാനുള്ളത് അതാണ്. വലിയ വലിയ നടന്മാരെല്ലാം വേഷപ്രച്ഛന്നരായിട്ട് അഭിനയിക്കുമ്പോൾ അവർക്ക് വിവാദങ്ങൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഈ ഇത് കളറിലല്ല പ്രാധാന്യം, അല്ലെങ്കിൽ അങ്ങനെയല്ല. നമ്മളൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ ക്യാരക്ടറിന് വേണ്ടി നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പം തന്നെ കുഞ്ഞിഞ്ഞ് അഭിനയിക്കുന്നു, അതുകൊണ്ട് ദിലീപേട്ടൻ അങ്ങനെയുള്ള ഒരാളാണോ? അല്ല, എത്രയോ ക്യാരക്ടേഴ്സ് അങ്ങനെ ചെയ്യുന്നു. ഇപ്പൊ കറുത്ത മേക്കപ്പ് ഇട്ടിട്ട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോഷോപ്പ് എഫക്റ്റും അല്ലാത്തൊരു ഒറിജിനൽ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ചെറിയ ബ്രേക്കിന് ശേഷം ഫോട്ടോഷോപ്പ് പ്രേമികൾക്ക് വേണ്ടിയിട്ട് പ്രേമി സംസാരിക്കുന്നു. ഇൻഫർമേഷൻ ടു ദ പബ്ലിക്. പോക്കുവരവ് ചെയ്യുക എന്നൊരു നടപടിയുണ്ട്. അതായത് ഒരു വസ്തു വാങ്ങിക്കുകയോ ഒരു ഫ്ലാറ്റ് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. ഭൂമിയിലുള്ള ഉടമസ്ഥാവകാശം മാറുന്നതിനനുസൃതമായി ഭൂ ഉടമയുടെ പേരിൽ നികുതി പിരിക്കുന്നതിനായി വില്ലേജ് ഓഫീസ് രേഖകളിൽ മാറ്റം വരുത്താനുള്ള ഒരു നടപടിയാണിത്. അപ്പോൾ ഈ പോക്കുവരവ് ചെയ്യണമെങ്കിൽ നിങ്ങളൊരു വസ്തു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ വാങ്ങിച്ച ആ രജിസ്ട്രേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ആയിട്ട് വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പേരിലേക്ക് വില്ലേജ് ഓഫീസിലുള്ള രേഖകളിൽ അത് മാറ്റും. പിന്നീട് ആ ഭൂമിയുടെ കരം അടയ്ക്കേണ്ടത് നിങ്ങളുടെ പേരിൽ തന്നെയാണത്. ആ പേരിൽ മാറ്റിയാൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അത് പലർക്കും അറിയില്ല. അതൊരു ആവശ്യം വരുന്നത് ചിലപ്പോൾ ഒരു ലോൺ എടുക്കാനൊക്കെ പോകുമ്പോഴാണ് അതിന് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്തൊരു ക്ലെയിംസ് വരുമ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ പലർക്കും അറിയില്ല. ഒരു ഫ്ലാറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ പേരിലൊന്നും ആക്കാതെ ഞങ്ങൾ തന്നെ ഒരുപാട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. തന്നെ ഒരു കാര്യമുണ്ട്, ആ ഓഫീസർ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ നോർത്ത് ഈസ്റ്റ് വെസ്റ്റ് സൗത്തിൽ താമസിക്കുന്നവരുടെ ഡീറ്റെയിൽസ് എടുക്കും. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മളെ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഹി വിൽ റിപ്പോർട്ട്. അതാണ് ഒരു പോക്ക് വരവ്. ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഉണ്ട് പോകുന്നതും വരുന്നതും ഒരേ സ്ഥലത്താണെന്നുള്ളത് ഗവൺമെൻറ് ഉറപ്പുവരുത്തുകയാണ് നമ്മൾ. അതെ, അത് വില്ലേജ് ഓഫീസർക്കാണ് അപ്ലൈ ചെയ്യേണ്ടത്. അവിടെ നിന്നാണ് അതിൻ്റെ രേഖ ലഭിക്കുന്നത്. ബ്രേക്കിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോട്ടോഷോപ്പ് എഫക്ട്സ് അത്രയേ ഉള്ളൂ. സോ ദാറ്റ് വി കം ടു എ ന്യൂ ടോപ്പിക്. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ ഒരു അപ്ലോഡിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അത് ഞാൻ കറുത്തമുത്തിൽ വരുന്നതിന് മുന്നേ ഇട്ടിരുന്ന ഒരു ഫോട്ടോ ആണ്. അതിന് കറുത്തമുത്തിലേക്ക് വന്ന് ബിസി ആയതിനു ശേഷം ഞാൻ ഫേസ്ബുക്കൊന്നും അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. ആ സമയത്ത് ആരൊക്കെയോ എടുത്ത് ചെയ്തിട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ എനിക്ക് യാതൊരുവിധ പങ്കുമില്ല. യഥാർത്ഥ പ്രേമി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതെ, യഥാർത്ഥ പ്രേമി എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇന്ന് പ്രേമി വന്നിരിക്കുന്നത് മേളില് ഒരു ഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ഒരു വേറൊരു സെറ്റപ്പില് പ്രേക്ഷകര് ഇതുവരെ കാണാത്തൊരു മുഖമാണ്. നല്ലൊരു ഡ്രസ്സിംഗ് സെൻസ്. എങ്ങനെയാണ് ഈ ഡ്രസ്? ഹൗ ഡു യു ഫാഷനൈസ് യുവർസെൽഫ്? എങ്ങനെയാണ്? എൻ്റെ കാസ്റ്റ്യൂം, എൻ്റെ ഡ്രസ്സിങ് ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. എന്നെ ഞാൻ തന്നെയാണ് ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ കൂടുതലും ഈ ജീൻസ്, ടോപ്പുകൾ, സ്കേർട്ട് അതുപോലെയുള്ള മോഡേൺ ഡ്രസ്സുകളാണ് സിറ്റിയിൽ യൂസ് ചെയ്യുന്നത്. മോഡലിംഗ് ഞാൻ ചെയ്തിരുന്നു. നമ്മളുടെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മോഡലിംഗ് ചെയ്തിരുന്നത്. ഇല്ലില്ല, വേറെ ആർക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടില്ല. നമ്മളുടെ എൻ്റെ ബ്രദറിന്റെ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി മാത്രമാണ് ഞാൻ മോഡലിംഗ് ചെയ്തിട്ടുള്ളത്. ഇനി തീർച്ചയായും ഞാൻ മോഡലിംഗ് ഫീൽഡിൽ ഞാൻ ഉണ്ടാവും. കാരണം അങ്ങനത്തെ ഒരു നല്ലൊരു ഫിഗർ ഉണ്ട്, ഒരു സെൻസ് ഉണ്ട് അല്ലേ? എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് പ്രേമിയുടെ ഡ്രസ്സിങ് സെൻസ് വളരെ ബ്യൂട്ടിഫുൾ ആണ്. താങ്ക് യു. സാധാരണ ഒരു ആദ്യത്തെ സീരിയൽ വരുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ യാതൊരു എന്താ പറയുക കുറവുകളും ഇല്ലാതെയാണ് പ്രേമിയെ കണ്ടത്. വളരെ സീസൺഡ് ആയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടൊരു ആർട്ടിസ്റ്റ് എങ്ങനെ ക്യാരി ചെയ്യും അതുപോലെയാണ്. കാരണം ഞാനും പ്രേമിയും കൂടെ ഒരു ഷോ ചെയ്തായിരുന്നു. ഞങ്ങളുടെ പ്രൊഡ്യൂസർക്ക് വേണ്ടിയിട്ട് കുറേ കുട്ടികൾക്ക് വേണ്ടി ഞങ്ങളൊരു ഷോ ചെയ്യാൻ പോയപ്പോൾ
ഓ, പ്രേമിയുടെ ഒരു പെർഫോമൻസ് അന്ന് കാണുമായിരുന്നു. ഞാനും പ്രേമിയും കൂടെ ഒരു കോമ്പറ്റീഷൻ ലെവലിലോട്ട് വന്നു. അതെ, ഞങ്ങൾ 2 ടീമായിരുന്നു അവിടെ, കോമ്പറ്റീഷൻ ആയിരുന്നു. കുറെ പാട്ടൊക്കെ പാടി. ഞാൻ കൊണ്ട് രണ്ടുപേരും പാടുന്നോ? അയ്യോ, കുട്ടികളുടെ കൂടെ എൻജോയ് ചെയ്ത് പാടാന്നല്ലാതെ ഞാൻ സിംഗറൊന്നും അല്ല, എനിക്ക് അതിന് പറ്റിയൊരു വോയിസ് അല്ല. പിന്നെ എല്ലാവരും പാടുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ പാടുന്നല്ലാതെ. ഫിലിം വ്യൂവിങ് എങ്ങനെയാണ്? ഏതൊക്കെ സിനിമകൾ അങ്ങനെ സെലക്ട് ചെയ്തത്? ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, തമിഴ്, ഏത് തരം സിനിമകളാണ്? എനിക്ക് കൂടുതൽ ഇഷ്ടം തമിഴ് മൂവീസാണ്. ബേസിക്കലി ഞാൻ തമിഴാണ്. ഓ, നിങ്ങൾ തമിഴ് പേശുവാണല്ലോ? തമിഴ് പേസും. അതെ അതെ, ഞങ്ങൾ തമിഴ് വിശ്വകർമ്മയാണ്. അപ്പോൾ വീട്ടില് പാട്ട് ചെയ്താത്ത അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാരൊക്കെ തമിഴിൽ തന്നെയാണ് ഇപ്പോഴും സംസാരിക്കുന്നത്. തമിഴ് പടമാണ് ഇഷ്ടം. ഇല്ല, പുതിയ പടങ്ങളൊന്നും എനിക്ക് കാണാൻ സമയം കിട്ടിയിട്ടില്ല, ഒന്നും കണ്ടിട്ടില്ല. ഇപ്പോഴത്തെ തിരക്കുകൾക്ക് ഇടയിൽ ഇരുന്ന് സിനിമ കാണാനുള്ള പ്രേമം ഞാൻ കണ്ടു. പ്രേമം കണ്ടോ എന്ന് ചോദിക്കേണ്ട കാര്യം. എനിക്ക് അങ്ങനെ ഒരുപാട് പേര് കമന്റ്സ് പറഞ്ഞപ്പോ പ്രേമം കണ്ടോ? പ്രേമമുണ്ടോ? പ്രേമം ഇല്ല. ഇനി ആവാം. ഞാൻ ചോദിക്കുന്നത്, നല്ല സൗന്ദര്യമുള്ള പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രേമം തോന്നും. പക്ഷെ പലരും അത് പറയത്തില്ല. പ്രേക്ഷകരിൽ ഒരുപാട് പേരുണ്ടാവും, they might love you, but they will come to Facebook, they will put a post. അതെല്ലാം ഓക്കെ. ആരെങ്കിലും ഡയറക്റ്റായിട്ട് വന്നിട്ട് തീർച്ചയായിട്ടും ഒരു പ്രപ്പോസൽ ഉണ്ട്, എന്നെ പ്രേമി ഉണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരാളല്ല, ഒരുപാട്, ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു സംഘഗാനമായിരുന്നു അല്ലേ? ഒരു സംഘഗാനം. അത് ഞാൻ ഒറ്റയ്ക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് എന്റെ ഒരു അവസ്ഥ. എവിടെ വെച്ചായിരുന്നു? പല സ്ഥലങ്ങളിൽ വെച്ച്, ഫോണിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒരുപാട് പേര് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. മാരേജിന് വരെ. അപ്രോച്ച് എങ്ങനെയായിരുന്നു? വേർഡിങ്സ് എങ്ങനെയായിരുന്നു? പ്രേമിയുടെ കണ്ണ് എന്നെ വളരെ അട്രാക്ട് എന്റെ മനസ്സിനെ വല്ലാതെ കുലുക്കി മറിച്ച് ഇട്ടു. എന്റെ കണ്ണിനെ ഹൈലൈറ്റ് ചെയ്ത് എന്റെ കണ്ണ് കാരണം എനിക്ക് ഒരുപാട് ലവേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ കണ്ണിന് ഒരു താങ്ക്സ് പറയുന്നു. അതുപോലെ തന്നെ എന്റെ സ്മൈല്, അതൊക്കെ ഒരുപാട് പേരെ മനസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പ്രേക്ഷകർ കേട്ടല്ലോ, ഡിസ്റ്റർബൻസ്. അതെ, എന്താണെങ്കിലും ആ സാധനം ഹസ്ബൻഡ്സിനാണോ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കിയതെന്നുള്ളതാണ്. പല ഹസ്ബൻഡ്സ് ഉൾപ്പെടുമെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് ആണോ ആയിരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. എന്നെ കോണ്ടാക്ട് ചെയ്തത് ആസ്വാദകരെന്നേ പറയാൻ പറ്റുള്ളൂ. അതെ, അങ്ങനെ ഒരുപാട് പേര്. പിന്നെ എന്നെ പേഴ്സണലി അറിയാവുന്നവരും എൻ്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും ഒക്കെ എനിക്ക് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും വലിയൊരു ജാക്ക് പോട്ട് ഞാൻ കണ്ടത്, ഓരോ സ്ത്രീകൾ കൂടുതൽ ഗ്ലാമറസ് ആയിട്ട് ആൾക്കാർ പറയാൻ നടക്കാതിരിക്കും, ലവോ ഇങ്ങനെ പ്രപ്പോസൽസ് ഒന്നും. പ്രേമി ഫുൾ ഡൾ മേക്കപ്പില്, മോസ്റ്റ് എന്താ പറയുക, ഡള്ളസ്റ്റ് മേക്കപ്പില് താഴെ അങ്ങ് അറ്റം വരെ കൊണ്ടെത്തിച്ചിട്ട് ഇത്രയും പേര് പ്രേമിക്കുക എന്ന് പറയുമ്പോൾ അതൊരു എന്റെ അച്ഛൻ നേരത്തെ അറിഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം, ഇവള് വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഭവമാകും, ഇവള് കുറച്ച് പേരെ ഉറക്കം കളയും. അപ്പൊ അതുകൊണ്ട് പ്രേമി എന്നുള്ളൊരു പേരങ്ങിട്ട് കൊടുത്തേക്കാം. അവളെന്തോ ആയിക്കോട്ടെ. എന്റെ അച്ഛന്റെ പേര് വിശ്വനാഥ്. അച്ഛൻ കാണുന്നുണ്ട്. എന്റെ അച്ഛനാണ് എന്റെ ഗോഡ് ഫാദർ. വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത്. അല്ല, വാട്ട് എവർ, നമ്മള് അത്തരത്തിലും ഫാൻസ് ഉണ്ട് പ്രേമിക്ക്. അതൊരു വലിയ കാര്യം. ഫാൻസ് എൻ്റെ അച്ഛനെ പറ്റി പറയുകയാണെങ്കിൽ, അച്ഛനൊരിക്കലും ഇഷ്ടമല്ലാത്തൊരു മേഖലയാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ ഞങ്ങളുടെ ഫാമിലി ഈ അഭിനയം, പെൺകുട്ടികൾ പുറത്തു പോയി രാത്രി വരെയൊക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന് തീരെ ഇഷ്ടമല്ല. ഞാൻ ഇതിലേക്ക് പോകുന്ന സമയത്തും അച്ഛന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അനുവാദമില്ലായിരുന്നു എനിക്ക് വരാൻ. പക്ഷേ ഇപ്പോൾ അച്ഛൻ, അന്ന് ഞാൻ ഒരുപാട് എനിക്ക് സ്റ്റേജ് ഷോസൊക്കെ ചെയ്യാനായിട്ട് സ്കൂൾ ലെവലിലാണെങ്കിൽ പോലും അച്ഛൻ എനിക്ക് പെർമിഷൻ തന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ അച്ഛന് ഒരുപാട് നന്ദി പറയാണ്. അന്ന് തന്നില്ലെങ്കിലും ഇപ്പോൾ എനിക്ക് അതിന് എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നുണ്ട്. ഒരു പ്രാപ്തി തന്നെത്താൻ നോക്കാൻ ഒരു പ്രാപ്തി ആയ ശേഷം വരുമ്പോൾ കുറച്ചുകൂടി അല്ലേ ആയിരിക്കാം. അച്ഛന് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടായിരിക്കാം അവളിനി ആ ഒരു ലെവലില് അവളുടെ ആഗ്രഹങ്ങൾ എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ എന്നുള്ളൊരു ആഗ്രഹം. കലാകാരനെ പൂട്ടിയിടാൻ പറ്റില്ല എന്നുള്ളതാണ്. കലാകാരനാണെങ്കിൽ അത് എന്തെങ്കിലും പുറത്തു വരും എന്നുള്ളതാണ്. പ്രേമി വേറൊരു സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പ്രേമി ഇപ്പൊ തന്നെ സിനിമ വന്നിരിക്കുമായിരുന്നു. തീർച്ചയായിട്ടും. അന്തരിച്ചു പോയ ഭരതൻ, അദ്ദേഹത്തിന്റെ പറങ്കിമല എന്നുള്ള സിനിമയാണെന്ന് തോന്നുന്നു, സൂര്യ എന്ന് പറയുന്ന നടി.
ഒരുപാട് റിസംബ്ലൻസ് ഉണ്ട് പ്രേമിയിൽ. സൂര്യക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു ആക്ട്രസ് ആണ് അവര്. ഭയങ്കര സുന്ദരിയായിരുന്നു അവര്. ഇല്ല ഞാൻ കണ്ടിട്ടില്ല. ഇനി അതിന്റെ റീമേക്ക് വരെ വന്നല്ലോ ഇപ്പോ അല്ലേ? പറങ്കി പോലെ അന്ന് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ ചില സോങ്സ് കാണാൻ പറ്റും. ഡിറ്റോ. അതുപോലെ പ്രേമിക്കൊരു തമിഴ് സിനിമയിലൊക്കെ ധാരാളം ചാൻസ്, കുറച്ചും അവരുമായിട്ട് പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും പ്രേമിയെ, അവരുടെ ഒരാളായിട്ടൊക്കെ. അങ്ങനത്തെ റിയലിസ്റ്റിക് മൂവിയിലൊക്കെ പഴയ ബാലു മഹേന്ദ്രൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതുപോലെ സാരമില്ല. അമ്മ പറയാറുണ്ട് തമിഴും കൂടി അറിയാവുന്നത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല, അവിടെ പോയാലും നിനക്ക് ജീവിക്കാം എന്ന് പറയാറുണ്ട് അമ്മ. മലയാളത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരാള് കമലഹാസൻ, പിന്നെ ബാലചന്ദ്, ഇവരൊക്കെ they see only the character. സരിത എന്നൊരു ആക്ട്രസ് സത്യം. വെരി ബ്യൂട്ടിഫുൾ, കുറച്ച് ടാൻഡ് ആണ് അവര്. ഒരു എനിക്കൊന്ന് വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ട്രസസ് ഈ ഇന്ത്യൻ സിനിമ സ്ക്രീനിൽ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? അപ്പോൾ അതുപോലെയൊക്കെ ഒരു പേരെടുക്കാൻ ഞാൻ അതാ ചോദിച്ചത്, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമകൾ കഥാപാത്രങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചത്. ചേച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കാതിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടായിരിക്കാം ഒരു ക്യാരക്ടർ എന്ന നിലയിൽ ഞാൻ ഒരാളെയും കണ്ടിട്ടില്ല, ഫോളോ അപ്പ് ചെയ്ത് നോക്കിയിട്ടില്ല ഇതുവരെ. പിന്നെ ഇപ്പോൾ വന്നതിന് ശേഷം എനിക്ക് ഫോളോ അപ്പ് ചെയ്യാൻ സമയവും കിട്ടിയിട്ടില്ല, സിനിമ കാണാനും പറ്റിയിട്ട് കാണാൻ സമയം കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പുറത്തൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ വലിയ പാടല്ലേ പ്രേമിക്കൊന്ന് ഈ ആരാധകരും? അത് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും, ഓട്ടോയിൽ യാത്ര ചെയ്യും, ബസ്സിൽ പോകും. പിന്നെ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും. നമ്മളുടെ ഈ എറണാകുളം സിറ്റിയിൽ ഓടുന്ന നോർമൽ ബസ്സുകളിൽ ആൾക്കാർ ഭയങ്കര എന്നോട് സംസാരിക്കും. ബസ്സിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്, ഞാൻ ഓട്ടോയിൽ യാത്ര ചെയ്യും. ഞാൻ സിറ്റിയിൽ കൂടുതലും ട്രാവൽ ചെയ്യുന്നത്, ഞാൻ കാറിൽ പോകാറില്ല. ഇനി പോകുമ്പോൾ താരം കൂടെ കൊണ്ടുപോകണം. 10-25 വർഷമായി KSRTC ബസ്സിൽ നിന്ന് ട്രാവൽ ചെയ്തിട്ട്. തീർച്ചയായിട്ടും. അപ്പൊ അമ്മയും മോളും കൂടി പോവാണ്. എന്റെ മോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഡബിൾ ഡെക്കർ ബസ്സിൽ നിന്ന് കയറണം ഡാഡി. ഇവിടെ ഞാൻ ഷൂട്ടിന് വന്നിരിക്കുന്നത് എൻ്റെ 2 വീലറിനാണ്. ഞാൻ എൻ്റെ 2 വീലറിനാണ് ഷൂട്ടിന് വന്നത്. എറണാകുളം സിറ്റിയിൽ നമുക്ക് ഞാൻ ഡ്രൈവ് ചെയ്യും. 4 വീലറും 2 വീലറും എല്ലാം ഞാൻ ഡ്രൈവ് ചെയ്യും. പ്രേമി ഒരു ടഫ് ഗൈ ആണല്ലേ? തീർച്ചയായിട്ടും. കാർത്തിക എന്ന ക്യാരക്ടർ അല്ല ഞാൻ. പ്രേക്ഷകർക്ക് അതാണ് പ്രേക്ഷകർക്ക് ഒരു പാഠം. ഞാൻ കാർത്തിക എന്ന ക്യാരക്ടർ അല്ല, എന്നാൽ അത്യാവശ്യം കുറച്ച് സ്വന്തമായി നിലപാടുകൾ, അത് നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് എന്റേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട്, മിടുക്കിയാണ്, അങ്ങനെ തന്നെ വേണം ഒരു സ്ത്രീ എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം എപ്പോഴും കണ്ണീരുമായിട്ട് നടന്നാൽ നമ്മൾ പറയുന്നത് that girl is smart എന്ന് പറയും. Smart enough to manage. നമ്മൾ എല്ലാ കാര്യത്തിനും ഒരാളെ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ലല്ലോ. പ്രേക്ഷകരിലും പല സ്മാർട്ട് ഗേൾസ് ഉണ്ടാവും. വെയിറ്റ് ഫോർ ദി സ്മാർട്ട് ബ്രേക്ക്. എന്തായാലും ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. വെൽക്കം ബാക്ക്. നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സ്മാർട്ട് ഗേൾ, ഇപ്പോൾ സ്മാർട്ട് ബോയ് എന്നൊക്കെ പറയുന്നത്, ചാലഞ്ചസ് എന്തൊക്കെയാണ്? അവരെന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷനിലും മാനേജ് ചെയ്ത് പോകുന്നവരായിരിക്കും. അത് ഭയങ്കര ഒരു ഇന്റലിജൻസ് ആണ്. ഈ ചാലഞ്ചസ് എങ്ങനെയാണ് കാണുന്നത് പ്രേമി? ഒരു ആർട്ടിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ചാലഞ്ചസ് ഉണ്ട് ലൈഫിൽ അല്ലേ? അതിനെ എങ്ങനെ തന്നെത്താൻ വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ എങ്ങനെ സേഫ് ഗാർഡ് ചെയ്യും? എൻ്റെ ക്യാരക്ടർ തന്നെ ഒരു ചലഞ്ചാണ് അല്ലേ? കാർത്തിക എന്ന ക്യാരക്ടർ നമ്മൾ ബ്ലാക്ക് മേക്കപ്പ് ഇട്ടിട്ട് ഈ വേൾഡ്, ഈ സിനിമ സീരിയൽ വേൾഡ് എന്ന് പറയുന്നത് ഗ്ലാമർ, അല്ലെങ്കിൽ സ്ക്രീനിൽ വെളുത്തവരെ മാത്രം കാണുന്നു. വളരെ ഭംഗിയായിട്ട് മേക്കപ്പ് ചെയ്ത് നല്ല ഡ്രസ്സുകളൊക്കെ ഇട്ട് നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നു. അവരുടെ നേരെ ഒരു ചലഞ്ചാണ് ഈ കറുത്ത മേക്കപ്പ് ഇട്ടിട്ട് ഞാൻ അഭിനയിക്കുക എന്നുള്ളത്. അതിന് എൻ്റെ മനസ്സൊരുങ്ങണം, എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് വേണം. ഞാൻ ചെയ്ത് കാണിക്കാം. ചലഞ്ചിലാണ് ഞാൻ ആ ക്യാരക്ടർ ചെയ്യുന്നത്. അത് വിജയിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രേക്ഷകരെന്നെ അത് ഏറ്റെടുത്തു. അതിൽ അവരോട് ഞാൻ നന്ദി പറയുന്നു. ആ ഒരു ആറ്റിറ്റ്യൂഡാണ് എൻ്റെത്. ലൈഫിൽ എല്ലായിടത്തും ആ ചാലഞ്ച് ഉണ്ടോ? എല്ലായിടത്തും ഞാൻ ഒരു ചലഞ്ചബിൾ പേഴ്സൺ ആണ്. വേറെ ഒരു സിറ്റുവേഷൻ പറയുമോ ഞങ്ങളോട്, അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് നിന്ന ഒരു അവസ്ഥ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ? ചലഞ്ചിങ് ആയിട്ട് നമ്മൾ ഒരു പെൺകുട്ടി എന്ന നിലയിൽ പല സിറ്റുവേഷൻസും നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരില്ലേ? ഇപ്പോൾ സീരിയൽ അല്ലെങ്കിൽ പോലും നമ്മൾ ഫീൽഡിലല്ല, നമ്മൾ പേഴ്സണലി ഒരു പെൺകുട്ടി പബ്ലിക്കിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഇപ്പോൾ എനിക്കല്ല, എൻ്റെ കൂടെയുള്ള ഒരാൾക്കാണെങ്കിലും ഞാൻ ഇടപെടും.
അങ്ങനെ ഇടപെട്ട ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്, അത് വനിതാ സെല്ലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് അത് എന്നെയും മറ്റുള്ളവരെയും ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. അല്ല, പേര് പറയാതെ പറയാം, ഒരു ഇൻസ്റ്റൻസ് ആയിട്ട് പറയാം, മറ്റുള്ളവർക്ക് അതൊരു പ്രചോദനമാവാൻ വേണ്ടി പറയാം. ഇല്ല, നമുക്ക് പ്രതികരിക്കാം. എന്തിനാ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പ്രതികരിക്കണം. സഹിക്കേണ്ട കാര്യമൊന്നുമില്ല. സഹിക്കേണ്ട കാര്യം എന്താണ്? ഒരു കാര്യമില്ല. നമ്മൾക്ക് അത് റിയൽ ആയിട്ടുള്ള, നമ്മൾ ജെന്യുയിൻ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അതിന് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പ്രതികരിക്കാം. അതിനിപ്പോൾ ഒരു പോലീസുകാരുടെ ആവശ്യം അല്ലെങ്കിൽ ആരെങ്കിലും വരട്ടെ സംസാരിക്കട്ടെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മളാണ് സംസാരിക്കേണ്ടത്. അതിനുള്ളൊരു കപ്പാസിറ്റി എല്ലാ വുമണും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. തീർച്ചയായിട്ടും പരിഗണന ഉണ്ടെന്ന് പറയുമ്പോൾ പോലും നമ്മൾ പല സ്ഥലങ്ങളിൽ അത് നമുക്ക് കിട്ടാറില്ല. എന്തിനാ ഒരു ബസ്സിൽ കയറിയാൽ നമുക്ക് ലേഡീസ് സീറ്റ് ആണെങ്കിൽ പോലും അവിടെ ജെൻസ് ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റ് അവിടെ കിട്ടാറില്ല. റിക്വസ്റ്റ് ചെയ്താൽ അവരും സമ്മതിക്കാറില്ല, കണ്ടക്ടേഴ്സും സമ്മതിക്കാറില്ല. നമ്മളുടെ സീറ്റാണ്, നമ്മളത് മേടിച്ചിരിക്കണം. തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എത്ര പേരോട് നോർമൽ ബസ് അല്ല, ട്രാൻസ്പോർട്ട് ബസ്സിലാണെങ്കിലാണ് നമുക്ക് ദൂരെ ട്രാവലിംഗ് ഒക്കെ ആണെങ്കിലാണ് നമുക്കത് ബുദ്ധിമുട്ട്. ബസ് സ്റ്റോപ്പ് ചെയ്യിക്കും. സുരേഷ് ഗോപിനിയാണ്. ഗോപിനി അല്ല, നമ്മളുടെ അവകാശങ്ങൾ, ന്യായമായ അവകാശങ്ങൾ നമുക്ക് കിട്ടിയിരിക്കണം. ഒരു സീറ്റ് അത് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പ്രായമായ ഒരു അമ്മ ഒരു കുട്ടിയെ കൊണ്ട് കയറുന്നവര്, അവർക്കൊക്കെ ആ സീറ്റ് ആവശ്യമാണ് ദൂരയാത്രകളിൽ. പ്രേമി പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്, കഴിഞ്ഞ ദിവസം ലുലുവില്ല ഞാൻ എൻ്റെ അമ്മയുമായിട്ട് പോയപ്പോൾ ഒരു ലിഫ്റ്റിൽ താഴോട്ട് വരാൻ അമ്മയെ കയറ്റി വിടുകയാണ്. അപ്പം അമ്മയ്ക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടും എൻ്റെ മകളെയും കൂടി കയറ്റി വിട്ടു. എന്നിട്ട് ഞാൻ രാജേട്ടനും കൂടി എസ്കലേറ്റേഴ്സ് വഴി വരിക. പക്ഷേ ആ ലിഫ്റ്റ് ഓവർലോഡായിട്ട് അമ്മയും എൻ്റെ മകളെ ഇറക്കി വിടുകയാണ്. എന്നിട്ട് കുറേ ചെറുപ്പക്കാർ ആ ലിഫ്റ്റിൽ താഴെ പോയി. ഞാൻ ആലോചിച്ചു, നമ്മുടെ ഒരു സമൂഹത്തിൽ ഇത്രയേറെ ബുദ്ധിയുള്ള മലയാളികൾ എന്തുകൊണ്ടൊരു പ്രായമായ സ്ത്രീക്ക് സ്ഥലം കൊടുക്കണമെന്ന് ഒരു അതിൻ്റെ അകത്ത് നിന്ന് ചെറുപ്പക്കാർക്ക് തോന്നിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പറഞ്ഞതുപോലെ ഞങ്ങളിങ്ങനെ എസ്കലേറ്റേഴ്സ് വരികയും ചെയ്തു, അമ്മ ഇറക്കി വിടുകയും ചെയ്തു. അപ്പോൾ ഞാൻ ആലോചിച്ചു, അമ്മ ഈസ് എ സെലിബ്രിറ്റി. എൻ്റെ അമ്മ എന്ന് പറയുന്നത് സെലിബ്രിറ്റിയാണ്, 10 പേര് അറിയുന്നവരാണ്. പക്ഷെ അവരുടെ പ്രായം 80 വയസ്സാണ്. അവരെ ഒരുപാട് പേര് സ്നേഹിക്കുന്നവർ. എന്നിട്ടും കൂടി അമ്മയെ ആ ലിഫ്റ്റിൽ നിന്ന് ഇറക്കി വിടാൻ ഒരു മനസ്സ് കാണിച്ച അവരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എങ്ങനെ ഇങ്ങനെ പ്രതികരിക്കും? ഞാൻ എന്നിട്ട് താഴെ ഡെസ്കിൽ പോയി പറഞ്ഞു, ദിസ് ഷുഡ് നോട്ട് ബി അലൗഡ്. യുനോ, ഒരു പ്രായമായ സ്ത്രീക്ക് അല്ലെങ്കിൽ സുഖമില്ലാത്തൊരു വ്യക്തി, അത് സ്ത്രീയോ പുരുഷനോ ആയിക്കോട്ടെ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ലിഫ്റ്റ് എന്നൊക്കെ പറയുന്നത്. അത്യാവശ്യം ഓടിച്ചാടി നടക്കാൻ കഴിവുള്ളവർക്ക് എസ്കലേറ്റേഴ്സ് വഴി വരാം. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കണം. എങ്കിൽ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ. അറിയാത്തവരെ അറിയണം. ചിലപ്പോൾ ഈ ഒരു വേദിയിലൂടെ ആയിരിക്കും പലരും മനസ്സിലാക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം സ്വയം നന്നാവുക. നമുക്ക് പറയേണ്ട സ്ഥലത്തൊക്കെ നമ്മൾ കരയുന്ന കുഞ്ഞ് പാല് തേടി നടക്കുകയാണ് തരാൻ. കാരണം പറയാം, പണ്ടൊക്കെയാണ് കരയുന്ന കുഞ്ഞിന് പാലെന്ന് പറയാം, ആ പാല് തേടി നടക്കുകയാണ്. പ്രസവിച്ചിട്ട കുഞ്ഞിനെ ഉപേക്ഷിച്ച് അമ്മ പോവുകയാണ് പല സ്ഥലത്തും. ജീവിക്കാൻ നിവൃത്തിയില്ല. എന്തിനാണ് സർക്കാർ ഇങ്ങനെ നിയമങ്ങൾ വെച്ചിരിക്കുന്നത് വെച്ചാൽ അത് നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓരോ വ്യക്തികളുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു സ്ത്രീകളുടെ സീറ്റാണെന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിരിക്കുന്നത്. അത് ഒരു വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് ഒരു പുരുഷൻ എഴുന്നേറ്റാൽ നമുക്ക് ആ മനുഷ്യനോട് ഒരു ആരാധന തോന്നും, അല്ലേ? അപ്പോൾ ഒരുപാട് എനിക്ക് തോന്നുന്നു ഒരു ആർട്ടിസ്റ്റിന് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സംവിധാന രംഗത്തൊക്കെ താല്പര്യമുണ്ടോ? ഇല്ല. ഇപ്പൊ തന്നെ ഞാൻ അഭിനയിച്ചത് തന്നെ എനിക്ക് അഭിനയിക്കാൻ അറിയോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നമ്മൾ അങ്ങനെ ഒരു കഥാപാത്രം കിട്ടിയപ്പോൾ ഒരു ചലഞ്ചിൽ നമ്മളത് ചെയ്തു. ഒരു സംവിധായകനാവാനൊരു അവസരം കിട്ടിയാൽ അതിനെപ്പറ്റി അറിയാതെ ഞാൻ ഇങ്ങനെ ചെയ്യും. അറിഞ്ഞു കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ചെയ്തെന്നിരിക്കും. ചലഞ്ചാണ്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10,000-4,000 സീനെങ്കിലും വായിച്ചു കാണും, അല്ലേ? തീർച്ചയായിട്ടും. ഒരു സാധാരണ സംവിധായകൻ ഒരു 250 സീനിന്റെ മേളിൽ വായിച്ചിട്ടുണ്ടാവില്ല. 3000 സീനുകൾ, അതും ഹിറ്റായ ഒരു തിരക്കഥ വായിക്കുക എന്നുള്ളത് വലിയ യോഗമാണ്. അതിലെ നായികയാണ്. നിങ്ങളിൽ നിന്ന് ജനം പ്രതീക്ഷിക്കും. സജഷൻ, ക്ലോസ് അപ്പ്, ട്രോളി യൂസ് ചെയ്യുന്ന സ്ഥലം, എവിടെ മാസ്ക് ചെയ്ത് നിൽക്കണം, എങ്ങനെ ലൈറ്റ് ക്യാച്ച് ചെയ്യണം, ഒരുപാട് കാര്യങ്ങൾ. ഒരു പക്ഷേ ഇനി പ്രേമി സംവിധായകയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും വാതുറക്കില്ല. എടോ അഭിനയിക്കടോ, ഞാൻ 10,000 സീൻ കണ്ടതാണ്. അവിടെ നിൽക്കും. പ്രേമി ഞാനൊരു സീൻ എടുത്തപ്പോൾ അമ്മയുടെ കാലിൽ വീണ് കരയുന്ന ഒരു ഷോർട്ട് ഡയറക്ടർ ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ പ്രേമിയുടെ ഒരു കോൺട്രിബ്യൂഷൻ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. പ്രേമി ഇങ്ങനെ കാലി തൊട്ടാ മതി എന്ന് പറയുമ്പോൾ പ്രേമി ഇങ്ങനെ എൻ്റെ കാല് കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു വളരെ ടച്ചിങ് ആയിട്ട്, അല്ലേ? എനിക്കത് കരഞ്ഞു. അതെ, ഞാനിങ്ങനെ
ഗ്ലിസറിൻ ഇല്ലാണ്ട് കരഞ്ഞൊരു ഷോട്ടായിരുന്നു അത് അല്ലേ? വളരെ ടച്ചിങ് ആയിട്ട് കുറേ, ഞാനും പ്രേമിയായിട്ടുള്ള കുറേ സീൻസ് ഉണ്ട്. അതുപോലെ ഞങ്ങൾ തമ്മിലൊരു നല്ല വൈബും ഉണ്ട്. അതെ, ഭയങ്കര കെമിസ്ട്രിയാണ്. നോക്കിയാൽ മതി കരഞ്ഞോളൂ. അത് അമ്മ എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് താരചേച്ചിയുടെ അടുത്ത് പോകുമ്പോൾ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഫ്രെയിമിൻ്റെ മുന്നിലാണോ പിന്നിലാണോ എന്നൊന്നും അറിയണ്ട. താരചേച്ചി അടുത്ത് ചെല്ലുമ്പോൾ അല്ലെങ്കിൽ താരചേച്ചിയായിട്ട് ആ ഡയലോഗ്സ് നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ ആ ഒരു ഫീല് കിട്ടുന്നത് കൊണ്ട് ഗ്ലിസറിൻ ഇല്ലാതെ വരെ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പലരും ഈ പറയാറുണ്ട്, താരയുടെ സ്റ്റുഡൻസ് ഒക്കെ പറയും. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അമ്മയോട് പറയുന്ന പോലെ പറയും. പേഴ്സണലി ഞാൻ അങ്ങനെ തന്നെയാണ്. എനിക്കും അങ്ങനെയാണ്. എന്നെ നോക്കി സത്യം മുഴുവൻ ഞാൻ പറയും. പേഴ്സണലി ഞങ്ങൾ അങ്ങനെ തന്നെയാണ്. എന്നെ ഇങ്ങനെ നോക്കിയാൽ മതി, ഞാൻ ഉള്ള സത്യം മുഴുവൻ പറയും. താരചേച്ചി നോക്കാറില്ല, അതുകൊണ്ട് സത്യങ്ങളൊന്നും അറിയണ്ട, അറിഞ്ഞതിനാ സങ്കടപ്പെടുന്നത്. അതുമല്ല, എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഒരു ഓഫ് സ്ക്രീനിൽ തന്നെ ഒരു നല്ലൊരു കെമിസ്ട്രി ഉണ്ട്. പ്രേമിയുടെ കുറേ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കണം, എൻ്റെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്. ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മൾ തമ്മിലുണ്ട്. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ എനിക്ക് ഒരുപക്ഷെ ഷൂട്ട് കഴിഞ്ഞ് പോയാൽ പോലും കോണ്ടാക്ട് ചെയ്യുന്ന ഒരു പേഴ്സണാണ് ഞങ്ങൾ. ലൊക്കേഷനിലല്ലാതെ ഷൂട്ട് കഴിഞ്ഞ് പോയാൽ പോലും താരചേച്ചിയും എത്ര തിരക്കിലാണെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഒരു ആശ്വാസം കിട്ടാനാണെങ്കിലോ അല്ലെങ്കിൽ എന്തൊരു അഭിപ്രായം ചോദിക്കാനാണെങ്കിലോ തീർച്ചയായിട്ടും ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത് താരചേച്ചി ഉള്ളത് കൊണ്ട് മാത്രമാണ്. എനിക്ക് വലിയ സന്തോഷമാണ്. നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാർത്തികയെ ഒരു പ്രീമിയർ ഇന്റർവ്യൂ എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? ഷുവർ, അതെ അതെ. പ്രേമി വേറൊരു ഇന്റർവ്യൂവിന് തയ്യാറായിട്ട് പോലും ഇല്ല, ഒരിക്കലും. പ്രേക്ഷകർക്ക് അത്രയും പ്രീമിയർ ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നൽകാൻ സാധിച്ചു. വളരെ വളരെ സത്യസന്ധമായിട്ട് വളരെ ഹൃദയത്തിൽ തൊട്ട് ഒരുപാട് കാര്യങ്ങൾ പ്രേമി പറഞ്ഞു. പ്രേമിയുടെ എല്ലാ സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കപ്പെടട്ടെ. കുറെ നല്ല ക്വാളിറ്റീസ് ഞാനും ശ്രവിച്ചു. ഞാനിവിടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ ദാറ്റ് യുവർ ചാരിറ്റി, സോഷ്യലി കമ്മിറ്റഡ്, ഒരുപാട് നിങ്ങളുടെ ഫാൻസിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തുന്നത്, പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉയർത്തിയ ശബ്ദം, അതും എല്ലാം സ്ത്രീകളിൽ ഒരുപാട് ഇപ്പോൾ ഒരു ശുഭാപ്തി വിശ്വാസമുണ്ട്. സ്ത്രീ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലൗഡറാണ്. അതും ഒരു ആർട്ടിസ്റ്റ് പറയുമ്പോൾ കുറച്ചുകൂടെ പവർഫുൾ ആണ്. എൻ്റെ പ്രേക്ഷകരോട് ഞാൻ പറയാണ്, ഇതുപോലുള്ള എല്ലാ അവസരങ്ങളിലും നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം. വെരി ഗുഡ്. എന്ത് ബോൾഡ് ആയിട്ടൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അപ്പോൾ പ്രേമി എല്ലാവിധ ഭാവുകങ്ങളും ഈശ്വരൻ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. പ്രേമിയുടെ എല്ലാ നല്ല സ്വപ്നങ്ങളും പൂവണിഞ്ഞ് വീണ്ടും നമുക്ക് കാണാനിടയാകും. കറുപ്പിന് 7 അഴകാണ്, അതിൽ 8ാമത്തെ അഴക് ഞങ്ങളിന്ന് പുലർക്കാലത്ത് കണ്ടു. സന്തോഷം. വണ്ടർ. താങ്ക് യു വെരി മച്ച്. എല്ലാ എപ്പിസോഡിലും ഞങ്ങളൊരു ചോദ്യം ചോദിക്കാറുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി. ഇന്നത്തെ എപ്പിസോഡിൽ മനോഹരമായ ചോദ്യം. നമ്മുടെ പ്രിയപ്പെട്ട താരം കാർത്തികയ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പ്രേമിക്ക് സ്വന്തമായിട്ടൊരു ഡാൻസ് ട്രൂപ്പുണ്ട് എന്നവർ പറഞ്ഞു. ആ ട്രൂപ്പിൻ്റെ പേരെന്താണ്? ആ പേര് ഞങ്ങൾക്ക് ശരി ഉത്തരം എഴുതി അറിയിക്കാം. അതിനോടൊപ്പം അതിനകത്ത് 4 ഡാൻസ് അവർ സ്വന്തമായിട്ട് നൃത്തം ചെയ്യുകയും, അത് മാത്രമല്ല എനിക്ക് തോന്നുന്നു അവരുടെ പ്രോഗ്രാം വെക്കാൻ താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്യുകയും ചെയ്യാം. പ്രേമി നല്ലൊരു നർത്തകിയാണെന്ന് പറയുന്ന സ്ഥിതിക്ക് പ്രേമിയുടെ പ്രോഗ്രാം കാണാൻ താല്പര്യമുള്ളവർക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രോഗ്രാം വെച്ച് വരെ വിളിക്കുകയും ചെയ്യാം. അപ്പം ആ പേര് ഞങ്ങൾ എഴുതി അറിയിക്കാം. മനോഹരമായ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. പുലർക്കാലം നമ്മൾ നല്ലൊരു ആർട്ടിസ്റ്റിനെ ഇന്ന് നമുക്ക് പരിചയപ്പെടാൻ സാധിച്ചു. ഒരു പക്ഷേ സ്ക്രീനിൽ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഈ താരത്തിനെ കുറിച്ച് കൂടുതലുള്ള വിശേഷങ്ങൾ അറിയാൻ സാധിച്ചതിൽ തന്നെ സന്തോഷം. അതിനോടൊപ്പം ഇന്നത്തെ സെൽഫി ഓഫ് ദി ഡേ, ഗ്രേറ്റ്, കൺഗ്രാജുലേഷൻസ്. സെൽഫിക്ക് ലഭിക്കുന്നത് എന്താണ് തരാം? ഒരു ടീഷർട്ടാണ്. ജീവൻ ടി വിയാണ് നൽകുന്നത്. ജീവൻ ടി വിയുടെ ലോഗോ പതിപ്പിച്ചൊരു ടീഷർട്ടാണ് നൽകുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, മെസ്സേജസ്, നിങ്ങളുടെ പാർട്ടിസിപ്പേഷൻ എല്ലാം ഞങ്ങൾക്ക് സ്വീകാര്യമാണ്. അതെല്ലാം കണക്കിലെടുത്ത് ഒരു നറുക്കെടുപ്പിലൂടെ 30 ദിവസം കൂടുമ്പോൾ ഞങ്ങളൊരു വിജയിയെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കും. അതിന് കിട്ടുന്ന സമ്മാനം സോമ ഗ്രൂപ്പ് ഓഫ് ആയുർവേദിക് ബീച്ച് റിസോർട്ട്സിൻ്റെ 2 nights and 3 days സ്റ്റേ ആണ് ഒരു ഹോൾ ഫാമിലിക്ക്. അപ്പോൾ 2 പ്രാവശ്യം നമ്മൾ സമ്മാനം നൽകി കഴിഞ്ഞു. ഇനി 3ാമത്തെ പ്രാവശ്യമാണ് ഇനി നൽകേണ്ടത്. അതിലേക്ക് ആയിരിക്കും നമ്മൾ ഇതെല്ലാം, ഈ ലോട്ടെല്ലാം നമ്മൾ ഇടുന്നത്. റഷ്യൻ യുവർ എൻട്രീസ് ടു ദ മെയിൽ ID. സെൽഫി അയക്കുമ്പോൾ സെൽഫിയിലും പുലർക്കാലം മെയിലിൽ നിങ്ങളുടെ ഡീറ്റെയിൽസും അയക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട ടൈം കഴിഞ്ഞിരിക്കുന്നു. നാളെ വീണ്ടും കാണാം രാവിലെ 7:30 മണിക്ക്.